മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ UDFും LDFും മത്സരിച്ചിരുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മതത്തിന്റെ വോട്ട് കിട്ടാനായിരുന്നു വലിയ പ്രീണനം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ തമിഴ്നാട്ടില് അവിടെ DMKയും അതേപോലെ തന്നെ വിജയുടെ പാർട്ടിയൊക്കെ തന്നെ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് വലിയ രീതിയിൽ അവിടെ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജിതിൻ കെ ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമാണ് ആർക്ക് വേണ്ടിയാണ്, അപ്പോ ഹിന്ദുവിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്നത് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഏതായാലും ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം എഴുതുന്നതാണ്: കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി ആയിരുന്നു കോൺഗ്രസും CPMും മത്സരിച്ചത് എങ്കിൽ തമിഴ്നാട്ടിൽ അത് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടിയുള്ള പ്രീണനമാണ്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി, അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനം. 2011 സെൻസസ് അനുസരിച്ച് തമിഴ്നാട്ടില് ജനസംഖ്യയിൽ ഹിന്ദുക്കള് 87.58%, ക്രിസ്ത്യൻസ് 6.12%, മുസ്ലിങ്ങള് 5.86% എന്നിങ്ങനെയാണ് ഉള്ളത്. വെറും 6.12% മാത്രമുള്ള ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടി എന്തിനാണ് സ്റ്റാലിനും വിജയും പളനിസാമിയും മുട്ടിൽ പ്രീണന രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഔദ്യോഗിക രേഖകളിൽ മാത്രമാണ് ക്രിസ്ത്യൻ ജനസംഖ്യ 6.12% ഉള്ളത്. തമിഴ്നാട്ടിലെ യഥാർത്ഥ ക്രിസ്ത്യൻ ജനസംഖ്യ 12% മുതൽ 15% വരെ വരും എന്നാണ് അനൗദ്യോഗിക കണക്ക്. തെക്കൻ തമിഴ്നാട്ടിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട് താനും. സംഘടിത വോട്ട് ബാങ്കാണ് ക്രിസ്ത്യൻ സഭകൾ പറയുന്നത് പോലെ തന്നെ മാത്രമേ അവർ വോട്ട് ചെയ്യൂ. സംവരണം നഷ്ടമാകുമെന്ന് കരുതി മാത്രം ഔദ്യോഗികമായി മതം മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. ക്രിപ്റ്റോ ഹിന്ദു എന്ന് ഇവരെ വിളിക്കാം. ജയലളിതയുടെ കാലത്ത് AIDMKയുടെ കോട്ടയായിരുന്നു തെക്കൻ തമിഴ്നാടും മധ്യ തമിഴ്നാടും. പക്ഷെ ജയലളിത മതം മാറ്റ ലോബിക്ക് എതിരെയായിരുന്നു. 2002 ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആന്റി കൺവേർഷൻ നിയമം പാസാക്കിയതോടെ റോമിലെ മാർപ്പാപ്പ വരെ അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മതലോബികളുടെ കളിയിൽ AIDMKക്ക് തെക്കൻ തമിഴ്നാട്ടിൽ കാലിടറി. അതോടെ ആ നിയമം പിൻവലിച്ചു. ജയലളിതയ്ക്ക് ശേഷം നാസ്തികൾ, മതമില്ലാത്ത ആളുകള് എന്ന് സ്വയം അവകാശപ്പെടുന്ന DMK മതപരിവർത്തന ലോബിക്ക് എല്ലാവിധ പിന്തുണയും നൽകി. അതോടെ തെക്കൻ തമിഴ്നാട്, പ്രത്യേകിച്ച് തീരമേഖല DMKയോട് ഒപ്പമായി. ആ മേഖലയിലെ വോട്ടിന് വേണ്ടി തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ പള്ളികളിൽ മുട്ടിൽ നടക്കുന്ന കാഴ്ചയാണ് ദിവസവും കാണുന്നത്. സ്റ്റാലിന് മുട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു മകനാണ് മുട്ടിൽ നിൽക്കുന്നത്. സിനിമയിൽ ജാതിക്കും മതത്തിനും എതിരെ ഒക്കെ ആഞ്ഞടിച്ച് നാടിനെ രക്ഷിക്കുന്ന വിജയൻ അണ്ണനും ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി മുട്ടിൽ ഏഴുകയാണ് സുഹൃത്തുക്കളെ. കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എല്ലാവർക്കും ന്യൂനപക്ഷ വോട്ടുകൾ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ? അവർ സംഘടിതർ ആണ്. മതം പറയുന്നത് പോലെ അവർ വോട്ട് ചെയ്യും. അപ്പോൾ 87.58% വരുന്ന ഭൂരിപക്ഷമോ അവർ കേരളത്തിലേതുപോലെ തന്നെ രാഷ്ട്രീയമായും വോട്ട് ചെയ്യും. അപ്പോൾ പിന്നെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ വോട്ടിന് വേണ്ടി മുട്ടിലെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? വിജയന്റെ മുട്ടിലെയ്യൽ കണ്ടപ്പോൾ ആണോ, അതോ സ്റ്റാലിന്റെ സന്തതിയുടെ മുട്ടിലെയ്യൽ കണ്ടപ്പോൾ ആണോ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രീണനം അനുഭവപ്പെട്ടത് എന്നത് മെയ് 4 അറിയാം. എത്ര വ്യക്തതയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാ. ഇതുപോലെ നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ ന്യൂനപക്ഷ പ്രീണന വിഷയത്തെ കുറിച്ച് സംസാരിച്ച മറ്റൊരു വ്യക്തിയില്ല. ജിതിൻ കെ ജേക്കബിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. ഈ ഓരോ വരികളിലും വളരെ വ്യക്തതയില്ലേ. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. സനാതന ധർമ്മത്തെ, ഹിന്ദു മതത്തെ DMKയുടെ അതായത് MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ കുഷ്ഠരോഗത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. നശിച്ചു പോവണമെന്നാണ് ഈ പറയുന്ന MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി, വലിയ രീതിയിൽ ചർച്ച ചെയ്തു. പക്ഷെ അതിൽ ആ നിലപാടുമായിട്ട് തന്നെയല്ലേ MK സ്റ്റാലിന്റെ മകനൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതേ ഉദയനിധി സ്റ്റാലിൻ
ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി മുട്ടിൽ നിൽക്കുന്ന കാഴ്ചയും തമിഴ്നാട്ടിലുണ്ട്. ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും പ്രീണനം. അതേസമയം 80% ഹിന്ദു വോട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല. ഹിന്ദുവിനെ എന്തു പറഞ്ഞാണ് ഈ പറയുന്ന DMK മുന്നോട്ട് പോകുന്നത്. ഇനി വിജയ് ജാതിക്കെതിരെ പല രീതിയിൽ പലതും വിളിച്ചു പറഞ്ഞിട്ട് ഈ വിജയും അതേപോലെ തന്നെ പ്രീണനം. നമ്മുടെ കേരളത്തിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് തമിഴ്നാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ലേ, ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷത്തില് അതിൽ തീവ്ര ചിന്താഗതിക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തമ്മാടി രാഷ്ട്രം എന്ന് പോലും ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അത് തീവ്ര നിലപാടുള്ള ആളുകളെ സുഖിപ്പിച്ച് അവരുടെ അണ്ടറിലുള്ള വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാനല്ലേ. UDF-ഉം LDF-ഉം മത്സരിച്ച് പ്രീണനല്ലേ. ഒരു മതത്തിന്റെ പേരിലുള്ള പാർട്ടിയെ തന്നെ, മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ തന്നെ UDF-നൊപ്പം നിർത്തിയിട്ട് ഇന്ന മതത്തിന് ഞങ്ങളാണ് അതിന്റെ സകലതും ചെയ്യുന്നത് എന്ന അവകാശം ഉയർത്തിപ്പിടിച്ചല്ലേ UDF മുന്നോട്ട് വന്ന്. മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ പറയുന്നു, ഈ പാർട്ടിയിൽ നിന്ന് ആര് പോയാലും ദീനിൽ നിന്നാണ് പുറത്തു പോകുന്നത്, മതത്തിൽ നിന്നാണ് പുറത്തു പോകുന്നത്. ഒരാൾ ഇടതുപക്ഷത്തേക്ക് പോയാൽ മുസ്ലിം ലീഗിന്റെ നേതാവ് വിളിച്ചു പറയും മതത്തിൽ നിന്നാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മതത്തെ വലിയ രീതിയിൽ ഇടതും വലതും പ്രേരിപ്പിക്കുന്നു. അങ്ങ് തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ അവിടെ അപ്പോ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുവിന് വേണ്ടിയിട്ട് ഇവിടെ ആരാണുള്ളത്? ഇവിടെ ഭരണത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ന്യൂനപക്ഷത്തിന് വേണ്ടി. തമിഴ്നാട്ടിലും അതേപോലെ തന്നെ. ഇതൊക്കെ തന്നെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയ മറ്റൊരു കാര്യം എടുത്തു പറയാനുണ്ട്. ഈ വിജയ് മുട്ടിൽ ഇയഞ്ഞ് ഒരുപാട് നേരം മുന്നോട്ട്, നമ്മൾ ഇതിനൊന്നും എതിരല്ല. ഓരോ ആരാധനയും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പറയാനുള്ളത്, സുരേഷ് ഗോപി മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ പോയാൽ വലിയ രീതിയിൽ അതിനെ തോന്നിയത് പറയുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് വിജയ് കവാടം മുതൽ മുട്ടിൽ നിന്നുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതൊന്നും ഇവിടെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഒരക്ഷരവും മിണ്ടാത്തത്? ഇത് പ്രീണനല്ലേ? ഇതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാനില്ലേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക്? എങ്ങനെയാ നമ്മുടെ കേരളത്തില് സുരേഷ് ഗോപിയെ വെട്ടയാടുക എന്നുള്ളത് പോലെ സുരേഷ് ഗോപി ചെയ്തതിനേക്കാൾ അപ്പുറം സുരേഷ് ഗോപി മാന്യമായിട്ട് നമ്മുടെ നാടിന്റെ ഐക്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ മതങ്ങളുമായിട്ടാണ് സുരേഷ് ഗോപി കേരളത്തിലെ BJP ഒക്കെ നിലപാടെടുത്ത് മുന്നോട്ട് വന്നത്. അവരൊരിക്കലും ഒരു പ്രീണനത്തിന് മുതിരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒന്ന് പള്ളിയിലേക്ക് പോയാൽ, മുസ്ലിം പള്ളിയിലേക്ക് പോയാൽ അതിവിടെ വലിയ രീതിയിൽ പ്രമുഖ മാധ്യമങ്ങൾ തോന്നിയത് പറയും. അതേ പ്രമുഖ മാധ്യമങ്ങൾ കവാടം മുതൽ മുട്ടിലേഞ്ഞ് മുന്നോട്ട് പോകുന്ന വിജയ് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരാളും ഒന്നും പറയൂല. അത് ആരാധനയോടുകൂടി നോക്കി നിൽക്കും. ഈ ഇരട്ടത്താപ്പും മലയാളികൾ തിരിച്ചറിയണോ? നിതിൻ കെ ജേക്കബ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തതയുള്ളതാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതി. കേരളത്തിലാണെങ്കിൽ ഇടതിനും വലതിനും, തമിഴ്നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഭൂരിപക്ഷ വോട്ടിന് ഒരു വിലയുമില്ലേ എന്നുള്ളതും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ച് നോക്കൂ.